ഇതാണ് ബ്രസീലിയൻ ബലാബയാന. പേര് പോലെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാൻ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിന് വേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാം. ഒന്നുമില്ല, ജസ്റ്റ് തേങ്ങ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിന്നും അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്തിട്ട് കളയാം. അപ്പം നല്ല ഇങ്ങനെ വൈറ്റ് കളറായിട്ട് നിൽക്കും. ആ ബാക്കിൽ ഇതില്ലാമ്പോൾ ഒരു ഭംഗിയില്ലേ. എന്നിട്ട് അതെന്ത് ചെയ്യാം, അതൊന്ന് ചട്നി ജാറിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്തത്. കുറച്ചധികം വലിയ തേങ്ങ എടുത്തത്, നമുക്ക് കുറച്ച് അധികം ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി എന്തായാലും ഒരു തേങ്ങേൻ്റെ ഇതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇതൊന്നുമില്ല, അതിലുള്ള നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഒന്നൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ ഈ കോക്കനട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അതിൽ നിന്നൊരു വെള്ളം ഏകദേശം വറ്റി തോന്നുന്നു ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഇത്തിരി ബട്ടർ ഇടുക, പിന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് ഏകദേശം ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിൽ ചൂടാക്കിയെടുക്കുക. അപ്പം നമുക്ക് അതുകൊണ്ടൊരു ബോൾസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാകത്തിനാകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവും. നമ്മളിങ്ങനെ ഇത് ചൂടാക്കിയെടുത്ത് കഴിയുന്ന സമയത്ത് അതൊന്ന് സെറ്റായിട്ട് വരും. പിന്നെ ഇതിന് അളവുകളൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഏകദേശം നമ്മുടെ ഒരു മധുരത്തിനനുസരിച്ച്, ബട്ടർ ഒരുപാടൊന്നും വേണ്ട, ഞാൻ കാണിച്ച ഏകദേശം ഒരു ഇതിൽ മതി. പിന്നെ നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മധുരം കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. കാരണം ഇനിയും എന്താ പറയുക, മധുരം തന്നെയാണ് ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കും. ഇങ്ങനെ ഫുള്ള് നമ്മുടെ ആ കോക്കനട്ട് മൊത്തം ഇങ്ങനെ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം ഒരു എന്താ പറയുക, നമുക്ക് ഷുഗർ എടുത്തിട്ട്, അതായത് കുറച്ച് പഞ്ചസാര എടുത്തിട്ട് ഒന്ന് ചൂടാക്കി, അതായത് ക്യാരമൽ ഉണ്ടാക്കുക. അതൊന്ന് ക്യാരമലൈസ് ചെയ്ത് അതിലൊന്ന് ക്യാരമലാക്കിയിട്ട് എന്താക്കുക, ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കരിഞ്ഞു പോകരുത്. അത് പ്രത്യേകം നോക്കണം. അപ്പം തന്നെ ടേസ്റ്റിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പം ആ ഒരു ലിക്വിഡ് പോലുള്ള കൺസിസ്റ്റൻസിയിൽ എത്തുന്ന സമയത്ത് തന്നെ എന്താക്കാം, നമ്മുടെ ഉണ്ടാക്കി വെച്ച ബോൾസൊക്കെ, കോക്കനട്ട് ബോൾസൊക്കെ എന്താക്കാം, ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് എടുക്കാം. ഇതിങ്ങനെ ഡിപ്പ് ചെയ്യാതെ നമുക്ക് കഴിക്കാം, അല്ലാതെ ഡിപ്പ് ചെയ്തെടുത്തതും കഴിക്കാം. ഞാൻ രണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് കുട്ടികൾക്ക് ഏതാണോ ഇഷ്ടം കഴിക്കാൻ അതിനനുസരിച്ചിട്ട് കഴിക്കാം. എന്തായാലും ഏകദേശം നമ്മുടെ ഫാസ്റ്റിൽ കാണിച്ച ആ ഒരു പിക്ചറിലുള്ള പോലെ തന്നെ ആയിട്ടുണ്ട്. ഒന്നുകൂടി നന്നായിട്ട് ഉണ്ടാക്കുക. ബോൾസ് നന്നായിട്ട് ഉരുട്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഭംഗി ഉണ്ടാവും കാണാൻ. പിന്നെ അവിടെ ഇവിടെ എനിക്ക് കുറച്ച് കോക്കനട്ട് ഞാൻ സെയിം പാനിലേക്ക് ഇട്ടുകൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ട്. എന്തായാലും ഒരു സൗണ്ട് അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.